ഭക്തി. ഭക്തി എന്നാൽ എന്താണ്? ഭക്തി എന്നാൽ തളരാത്ത വിശ്വാസമാണ്. പരീക്ഷണങ്ങളിൽ തളരാത്ത, അപമാനങ്ങളിൽ വീഴാത്ത, ദുഃഖങ്ങളിൽ തകരാത്ത ഉറച്ച വിശ്വാസം. ദൈവത്തെ കാണുന്നത് പോലെ മനുഷ്യനെ കാണുന്നതാണ് യഥാർത്ഥ ഭക്തി. അത് അകത്തെ അഴുക്കിനെ കഴുകിക്കളയുന്ന ശുദ്ധിയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവൻ മനുഷ്യനെ വെറുക്കില്ല. കാരണം ഓരോ മനുഷ്യനിലും ഇരിക്കുന്നത് ആ ദൈവം തന്നെയാണ്. ഈ ലോകത്ത് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന ഒരു കാര്യമുണ്ട്. അത് ബോധമാണ്. മനുഷ്യനെ തൊടാൻ ഭയന്നിരുന്ന ഒരു കാലം, പിറന്ന ജാതിയുടെ പേരിൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഇരുണ്ട നാളുകൾ. ദൈവം ഒരേ ആകാശത്തിന് കീഴിൽ എല്ലാവരെയും സൃഷ്ടിച്ചു. പക്ഷേ മനുഷ്യൻ പരസ്പരം മതിലുകൾ കെട്ടിപ്പൊക്കി. ജാതി കൊണ്ടും മതം കൊണ്ടും വേഷം കൊണ്ടും നാം തമ്മിൽ ഭിന്നിച്ചപ്പോൾ ഒരു മഹാത്മാവ് ഈ കേരളത്തിന്റെ നെഞ്ചിൽ ഒരു വാക്ക് കുറിച്ചിട്ടു. അതൊരു വരിയായിരുന്നില്ല, മറിച്ച് ഒരു വിപ്ലവമായിരുന്നു. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഇത് വെറുമൊരു വരിയല്ല, ഇതൊരു വലിയ വാഗ്ദാനമാണ്. നമ്മുടെ മണ്ണിന്റെ ആത്മാവാണ്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ ശബ്ദമാണ്. ഈ മഹാകാവ്യം ലോകത്തിന് നൽകിയത് യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവനാണ്. ആരാണ് ഗുരുദേവൻ? ഗുരുദേവൻ ഒരു വ്യക്തിയല്ല, ഒരു കാലഘട്ടമാണ്. അദ്ദേഹം വെറുമൊരു കവിയല്ല, ഒരു പുണ്യതീർത്ഥമാണ്. വെറുമൊരു സന്യാസിയല്ല, അദ്വൈത വേദാന്തത്തിന്റെ ആളിക്കത്തുന്ന ജ്വാലയാണ്. ഗുരുദേവൻ പഠിപ്പിച്ചു, ദൈവത്തെ സ്നേഹിക്കുന്നവൻ മനുഷ്യന് വെറുക്കില്ല. കാരണം ഓരോ മനുഷ്യനിലും ഇരിക്കുന്നത് ആ ദൈവം തന്നെയാണ്. അങ്ങനെ ഒരു കാലത്താണ് ഗുരുദേവൻ ഒരു ചോദ്യമായി ഉയർന്നു വന്നത്. ദൈവം ഒരുത്തൻ തന്നെയെങ്കിൽ ഈ ഭേദങ്ങൾ ആരുണ്ടാക്കി? ഗുരുദേവന്റെ വേരുകൾ അദ്വൈത വേദാന്തത്തിലായിരുന്നു.
അദ്വൈതം പറയുന്നത് മറ്റൊന്നുമല്ല, അഹം ബ്രഹ്മാസ്മി, ഞാനും ആ പരമസത്യവും ഒന്നാണ്. തത്വമസി, നീയും ആ സത്യം തന്നെയാണ്. അപ്പോൾ ഞാനും നീയും തമ്മിലുള്ള വ്യത്യാസം വെറും ശരീരത്തിൽ മാത്രമാണ്. ആത്മാവിൽ നാം ഒരേ പ്രകാശമാണ്. നമസ്കാരം പ്രിയപ്പെട്ടവർ, ഞാൻ രാകേഷ് ഗോപാൽ. ഇത് വേണാംബിക. ഭക്തിയുടെ പാതയിലൂടെ മനുഷ്യ മനസ്സുകളിലേക്കുള്ള ഒരു യാത്ര. ഇവിടെ ഞാൻ പങ്കുവയ്ക്കുന്നത് വെറും കഥകളോ വാക്കുകളോ അല്ല. ഇത് വിശ്വാസത്തിന്റെ കനലാണ്, ചിന്തയുടെ വെളിച്ചമാണ്, ജീവിതത്തിന് വഴികാട്ടുന്ന സത്യമാണ്. നമ്മുടെ ഈ പുണ്യഭൂമിയിൽ ദൈവം എല്ലാവർക്കും ഒരുപോലെയാണ്. പക്ഷേ ചില മനുഷ്യർ ദൈവത്തിന്റെ പേരിൽ പോലും ഭിന്നതകൾ വിതച്ചു. ജാതി, മതം, വർണ്ണം, ഇതൊക്കെ മനുഷ്യൻ കെട്ടിപ്പൊക്കിയ മതിലുകളാണ്. എന്നാൽ ദൈവം നമുക്ക് നൽകിയതോ ആകാശം പോലെ തുറന്ന മനസ്സ്, കടൽ പോലെ വിശാലമായ കരുണയാണ്. ദൈവത്തിനു മുന്നിൽ ആരും ഉയർന്നവരല്ല, ആരും താഴ്ന്നവരുമല്ല. ഇവിടെ മനുഷ്യൻ മാത്രം, ഭക്തൻ മാത്രം, ആത്മാവ് മാത്രം. ഭക്തി എന്നാൽ കേവലം പൂജകൾ മാത്രമല്ല. ഭക്തി എന്നാൽ അകത്തെ അഹങ്കാരത്തെ എരിച്ചു കളയുന്ന അഗ്നിയാണ്, കരുണയാകുന്ന ധർമ്മമാണ്, സ്നേഹമാകുന്ന ശുദ്ധിയാണ്, സോദരത്വമാകുന്ന സത്യമാണ്. എന്റെ ദൈവം എന്നോട് പറയുന്നത് ഇങ്ങനെയാണ്: എന്റെ പേരിൽ നീ ആരെയും താഴ്ത്തരുത്. എന്റെ മുന്നിൽ നീ എല്ലാവരെയും സമമായി കാണണം. നിന്റെ ഭക്തി നിന്റെ മനസ്സിന് വിശാലമാക്കണം. ഭക്തി എന്നത് ഒരു ദിവസത്തെ വികാരമല്ല, അത് ചിന്തകളിൽ വേരിറങ്ങണം, സ്വഭാവത്തിൽ വളരണം, ജീവിതത്തിൽ തെളിയണം. ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവൻ ഒരു മനുഷ്യനെയും വെറുക്കില്ല. ദൈവത്തെ ആരാധിക്കുന്നവൻ മറ്റൊരാളെയും താഴ്ത്തിക്കെട്ടില്ല. ദൈവത്തെ ഭയപ്പെടുന്നവൻ പാപം ചെയ്യില്ല. എനിക്ക് പറയാനുള്ളത്, ഭക്തി മനുഷ്യനെ വലിയവനാക്കണം. ജാതി മനുഷ്യനെ ചെറുതാക്കരുത്. ജാതിഭേദം, മതദ്വേഷം ഇത് വെറുമൊരു മതപ്രസംഗമല്ല, ഇതൊരു മനുഷ്യ പ്രഖ്യാപനമാണ്. ജാതി മനുഷ്യന്റെ അടയാളമല്ല, മതം അവന്റെ അളവ് പോലുമല്ല. മനുഷ്യൻ എന്നത് വെറും മനുഷ്യനാണ്. ഗുരുദേവൻ നമ്മളോട് ചോദിക്കുന്നു, നിന്റെ ഭക്തി നിന്നെ മനുഷ്യനാക്കുന്നുണ്ടോ, അതോ നിന്നെ കഠിന ഹൃദയനാക്കുന്നുണ്ടോ? ആ വിപ്ലവകാരിയുടെ ശബ്ദം കേരളം കേട്ടത് ഇങ്ങനെയാണ്: ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. മനുഷ്യൻ വിഭജിക്കപ്പെടേണ്ടത് ജാതിയാലല്ല, മനുഷ്യൻ ഉയരേണ്ടത് വിദ്യയാലും വിനയത്താലും വിവേകത്താലുമാണ്. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാകട്ടെ നമ്മുടെ നാട്, നമ്മുടെ മനസ്സ്, നമ്മുടെ ജീവിതം. ഇത് വേണം. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവും. നമസ്കാരം.